ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. നമുക്ക് കുറച്ച് ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് വേണ്ട ഐറ്റംസാണ് കുറച്ച് സവാള എടുത്തു. സവാള ഞാൻ എടുത്തത് 2 സവാള എടുത്തു. പിന്നെ ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ടു. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് അതിലിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അങ്ങനെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ, നമുക്ക് ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അതിവിക്കുട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല ഡിസ്റ്റൻസിൽ പോയിട്ടാണ് മോൾ ഇരിക്കുന്നത്, കാരണം അവൾക്ക് പേടിയാണ്. എങ്കിലും അവൾ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി തന്ന് പിന്നെ അവളെ പാട് നോക്കി പോയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും അതേപോലെ പച്ചമുളകും മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക്.
അങ്ങനെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റോസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ഒരു കുരുമുളക് പൊടീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇതിൻ്റെ ഒരു എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.